വെൽക്കം ബാക്ക് ടു ഹോം ബേക്കിംഗ്. അപ്പോൾ നമ്മുടെ വൂൾ റോൾ ബ്രെഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിന്ന് കണ്ട് മനസ്സിലാക്കാം. കണ്ടല്ലോ, വളരെ സോഫ്റ്റാണ്. ഹായ്, ഇന്ന് നമ്മളൊരു ബ്രെഡിൻ്റെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബ്രെഡിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ വൂൾ റോൾ ബ്രെഡ് എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ബ്രെഡ് നോർമൽ ബ്രെഡിനും ബഡ്സിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡവ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതിലൊരു ഡിസൈൻ കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാം. കസ്റ്റാർഡൊക്കെ ചേർത്ത് ഫില്ലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഏതൊരു ബ്രെഡിനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡവ് ആണെന്നുള്ള പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിന്റെ ടിന്നിന്റെ സൈസിനനുസരിച്ച് നിങ്ങൾ മാവ് എടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്ന മാവിൽ നിങ്ങൾ ഏതെങ്കിലും ചെറിയ ടിന്നിലോ അല്ലെങ്കിൽ ഓവറായിട്ട് വലിയ ടിന്നിലോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സൈസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ എപ്പോഴും സൈസ് കൂടെ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ വൂൾ റോൾ ബ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 500 ഗ്രാം മൈദ എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അങ്ങ് ഇട്ടേക്കാം. നമുക്ക് കുഴച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ഉള്ള വഴിയും അത് തന്നെയാണ്. ബൗളിലൊക്കെ ചെയ്യുന്നതിലും കുറച്ചും കൂടെ നീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു 7 ഗ്രാമോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മിൽക്ക് പൗഡർ, നമ്മുടെ പാൽപ്പൊടി ഒരു 25 ഗ്രാം ചേർക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പഞ്ചസാര ഒരു 75 ഗ്രാമോളം പഞ്ചസാര ചേർക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഉപ്പ് നമ്മൾ ഒരു 7 ഗ്രാം ഉപ്പാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതായത് നമ്മുടെ ഫ്ലോറ്, മിൽക്ക് പൗഡർ, ഷുഗർ, ഈസ്റ്റ്, സോൾട്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കുക. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇംപ്രൂവറോ ഗ്ലൂട്ടണോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും വളരെ സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡവാണ് ഇത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അതായത് ഒരു 500 ഗ്രാം ഫ്ലോർ എടുക്കുമ്പോൾ ഒരു മുട്ട മതി. ഇനി ഒരു ലുക്ക് വാം വാട്ടറാണ് എടുക്കുന്നത്. വെള്ളം 225 ml കറക്റ്റായിട്ട് എടുത്തു വയ്ക്കുക. എന്നിട്ടൊരു 5 ml അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി പെട്ടെന്ന് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സമയം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത്. പെട്ടെന്ന് തന്നെ അതിലേക്ക് ആവശ്യമുള്ള കറക്റ്റ് വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ട് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആ കറക്റ്റ് ഗ്ലൂട്ടണൊക്കെ ഫോം ചെയ്ത് നമ്മുടെ മൈദയിൽ നിന്ന് ഗ്ലൂട്ടൺ ഫോം ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ കുഴയ്ക്കുക. ആദ്യം ഒരു ഡവ് ആക്കുക. അതൊരു എന്താ പറയുക, ഒരു ഹാർഡ് ഡവ്, അതായത് നമ്മൾ ഒരുപാട് ബൈൻഡിങ് കൊടുക്കാണ്ട് കിട്ടുന്ന ഒരു ഉരുള പോലെ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 5 ml വെള്ളം കൂടെ ചേർക്കാം. അതായത് ചില മൈദയിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു 5 ml മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചിലതിലാണെങ്കിൽ വളരെ കുറച്ച് വേണ്ടി വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നീഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നമ്മളെ കയ്യിലൊക്കെ ഒന്ന് പറ്റി പിടിക്കും, പക്ഷെ കുഴപ്പമില്ല. ആ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് നന്നായിട്ട് നീഡ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വലിച്ചെടുത്ത് നീഡ് ചെയ്തെടുക്കുക. എപ്പോഴും ബ്രെഡിന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നീഡിങ് ആണ്. നന്നായിട്ട് നീഡ് ചെയ്ത് ആ കൗണ്ടർ ടോപ്പിലും നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കാത്ത രീതിയിൽ നമ്മുടെ ആ ഒരു മാവ് കറക്റ്റായി വന്ന ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻ്റ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബണ്ണിനുള്ള മാവ് വേറെയാണോ, അതുപോലെ ബ്രെഡിൻ്റെ വേറെ, അങ്ങനെയൊന്നും ചെയ്യണം എന്നില്ല. ഈ ഒരു മാവ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു മാവ് നിങ്ങൾക്ക് ബണ്ണ് ചെയ്യാനെടുക്കാം, അതുപോലെ ബ്രെഡിനെടുക്കാം, അതുപോലെ നമ്മുടെ ഇതുപോലെ ഡിസൈനറായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ബ്രെഡുകൾക്കും എടുക്കാൻ പറ്റും. അതായത് നല്ല സോഫ്റ്റി ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് കൂടെ മുന്നിലോട്ട് വരുന്ന ഒരു ബ്രെഡാണ്. അപ്പോൾ നമുക്ക് ബൺസിനും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നമുക്കിനി വേണ്ടത് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക, അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക. നമ്മൾ സോൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ നമ്മൾ ചേർക്കേണ്ടത് ഒരു 60 ഗ്രാം ബട്ടർ മതി. എന്നിട്ട് ഇതിനെ നമ്മൾ ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്ത പോലെ ആക്കി എടുത്തിട്ട് അതിൽ നമ്മൾ മാവ്
മാവിനെ മിക്സ് ചെയ്ത് മാവിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നീഡ് ചെയ്ത് ഒരുപോലെ ആക്കിയെടുക്കാം. അതായത് ആ ഒരു മാവിൽ ഗ്ലൂട്ടൻ ഫോം ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ബട്ടർ ആഡ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ബ്രെഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ തേച്ചെടുത്ത് വേണം കുഴച്ചെടുക്കാൻ. എപ്പോഴും ഈ ഒരു നീഡിങ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഒരുപാട് പ്രഷർ അതിന് മുകളിലേക്ക് കൊടുക്കാതെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് അതിനെ ഒരു എന്താ പറയുക, ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടത്. അതുപോലെ ഒരു മാർക്കും കട്ട് മാർക്കോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും നമുക്കതിൻ്റെ പ്രതലം. എന്നിട്ട് നമ്മളതിനെ ആദ്യം ഒരു പൗഡർ ചെയ്തിട്ടുള്ള ടിന്നിലിട്ട് കൊടുക്കുക. അതായത് കുറച്ച് മൈദ തൂവിയിട്ടുള്ള ഒരു ടിന്നിലേക്ക് പ്രൂഫിങ്ങിന് വെക്കുക. ആദ്യം പ്രൂഫിങ്ങിനൊരു 40 മിനിറ്റ് 45 മിനിറ്റ്, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റോളം വേണ്ടി വരുമായിരിക്കും. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾ റെസ്റ്റിംഗ് ടൈം കൊടുക്കരുത്. ഒരു മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത പ്രൂഫിങ്ങിന് വേണ്ടി വെക്കണം. എപ്പോഴും ഒരു 45 മിനിറ്റ് 50 മിനിറ്റാണ് സേഫായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ പ്രൂഫായിട്ട് വന്നിട്ടുണ്ട്. എത്രയായിട്ട് വരും. നമ്മളൊരു ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് വേണം പ്രൂഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് വേണം പ്രൂഫ് ചെയ്യാൻ വെക്കാൻ. അത് ശ്രദ്ധിക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൽ ഒരു എയർ കണ്ടൻറ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ മാറ്റിയ ശേഷം നമുക്ക് വീണ്ടും കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് വയ്ക്കാം. ഇനിയാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഷേപ്പ് ചെയ്ത ശേഷമാണ് നെക്സ്റ്റ് പ്രൂഫിങ് കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾ നോർമൽ ബ്രെഡാണ് ഈ ഡവ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോർമൽ ബ്രെഡ് നമ്മൾ മുൻപ് ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ള പോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് അതിനുള്ളിലേക്ക് മടക്കിയെടുത്തിട്ട് ആ ടിന്നിൻ്റെ സൈസിനനുസരിച്ച് മാവിട്ടിട്ട് നിങ്ങൾ പ്രൂഫ് ചെയ്യാൻ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നോർമൽ ബ്രെഡായിട്ട് എടുക്കാം. ബേക്കിംഗ് ടൈമിൽ വേണമെങ്കിൽ എഗ് വാഷോ വാട്ടർ വാഷോ മിൽക്ക് വാഷോ ഏതെങ്കിലും ഒന്ന് മുകളിൽ തടവി കൊടുത്തിട്ട് ബേക്കിങ്ങിന് കൊടുക്കുക. 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വൂൾ റോളും ഇതുപോലെ ബോൾസാക്കി എടുക്കുക. എന്ന് പറയുമ്പോൾ ഒരുപാട് ഉരുട്ടി കളിക്കരുത്. കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ, ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിലോട്ട്, ഓവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊരു സൈഡ് 2 സൈഡ് നന്നായിട്ട് നീളത്തിൽ പരത്തിയെടുക്കാം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഫില്ലിങ് പല ടൈപ്പ് നമുക്ക് ഫില്ലിങ് കൊടുത്തിട്ട് ഇതിന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ ഏകദേശം ഇതുപോലെ പരത്തിയെടുക്കുക. കട്ടിയൊന്നും കൂടുതൽ വേണ്ട. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. കാരണം ഇത് റോൾ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് നമ്മുടെ സ്മൂത്തറോ ഷാർപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഇരിക്കാൻ വേണ്ടി കുറച്ച് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഭാഗം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നതല്ലേ, അപ്പോൾ ചാൻസ് വരും ഒട്ടിപ്പിടിക്കാനുള്ള. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലെങ്തി ആയി പോവണ്ട, ചെറുതായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോരോ പീസുകളും വളരെ തിന്നായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഭംഗിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആ കറക്റ്റ് വൂൾ ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, ബാക്കി നമ്മൾ കാണുന്ന ഒരു ഭാഗം, ആ ഒരു പോർഷനിലാണ് നമ്മൾ നമ്മുടെ ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ നമ്മുടെ ഡ്രൈ നട്ട്സും അതായത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി പോലുള്ളതോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ കൊടുക്കാം. നമുക്ക് ചോക്കോ ചിപ്സ് ആണെങ്കിൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോക്കോ ചിപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നന്നായിട്ട്, അതായത് മിൽക്ക് ചോക്ലേറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഡാർക്ക് എടുക്കരുത്, നമുക്ക് ബിറ്റർ ടേസ്റ്റിലേക്ക് പോകും. അപ്പോൾ കഴിയുന്നതും കുറച്ച് മധുരമായിട്ടുള്ള എടുക്കുക. ഇനി അതെല്ലാം നിങ്ങൾ കുറച്ച് കസ്റ്റാർഡ്, അത്യാവശ്യം തിക്കായിട്ട് കസ്റ്റാർഡ് ചെയ്തിട്ട് അതും തണുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് അതിൽ വേറെ എന്താണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാം. അതുപോലെ കസ്റ്റാർഡിനോടൊപ്പം നമുക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സിനെ ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ 2 സൈഡും മടക്കി ഇതുപോലെ തിരിച്ച് എടുക്കുക. 2 വിരലുകൾ 2 സൈഡിലും വെച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ ആ നൂല് പോലുള്ളത് നമുക്ക് അഴിഞ്ഞിങ്ങ് താഴേക്ക് പോരും. അപ്പോൾ 2 സൈഡിലും നമ്മുടെ ഒരു വിരൽ അതിനുള്ളിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതാ ഈ റൗണ്ട് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ഇതുപോലെ നമ്മൾ ആ ഒരു നൂൽ ഭാഗം മുകളിലേക്ക് വരുന്ന രൂപത്തിൽ വെച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള പീസും ഇതുപോലെ ചെയ്തിട്ട് ആ ഒരു ടിന്ന് റൗണ്ടാക്കി എടുക്കുക. റൗണ്ടൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക.
ഫില്ല് ചെയ്തെടുക്കുക. എവിടെയും ഫില്ലാവാണ്ടിരിക്കരുത്, കംപ്ലീറ്റ് ഫില്ലായ രൂപത്തിൽ വേണം നമ്മൾ വെക്കാൻ. അതിനാവശ്യം ഇപ്പോൾ ഒരു എത്ര പീസ് വേണോ അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 2 പീസ് വെച്ചു. അത് ഒന്നൊന്നിനോട് അടുപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക. ആ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, 4 പീസ് വെച്ച് ഞാനത് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അതിനെ ഒരേ കനത്തിൽ ചെയ്യാൻ ശ്രമിക്കുക, ഒരേ ഷേപ്പിലും ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇതാ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പ്രൂഫായിട്ട് വന്നിട്ടുണ്ട്. പ്രൂഫായി വന്ന ശേഷം പിന്നെ നമ്മളതിനെ തട്ടാനും മുട്ടാനും മാറ്റാനും ശ്രമിക്കരുത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് വാട്ടർ വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ശക്തിയായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് മിൽക്ക് വാഷോ എഗ് വാഷോ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വോൾ റോൾ ബ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫില്ലിങ് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ കൊടുക്കാം, അതുപോലെ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതിങ്ങനെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ബണ്ണൊക്കെ കഴിക്കുന്ന പോലെ കട്ടൻ ചായയുടെ ഒപ്പം വൈകുന്നേരം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് കൂടെയാണ്. ഇത് ഞാൻ 220 ഡിഗ്രിയിൽ ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം 200 ഡിഗ്രിയിലാണ്, അതായത് 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ബേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് ഞാൻ ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 22 മിനിറ്റോളം വന്നപ്പോഴാണ് ഈ റെഡ് കളർ, കറക്റ്റ് ആ ഒരു ഗ്ലേസിംഗ് ഉള്ള കളർ നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു കളർ വരുന്നവരെ നോക്കിയാൽ മതി. നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ കുത്തി നോക്കേണ്ടൊന്നും ആവശ്യമില്ല. ബേക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ല സോഫ്റ്റും ആ ഒരു എന്താ പറയുക, ഒരു മുകൾ ഭാഗം മൊരിഞ്ഞിരിക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ടൊരു സോഫ്റ്റ് ഫീലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി മുകൾ ഭാഗം നമ്മൾ പുറത്തുനിന്നൊക്കെ ബ്രെഡ് മേടിക്കുമ്പോൾ ആ ഒരു ഫീൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പാടെ വെച്ചിരുന്നാലും മതി. ഇനി നിങ്ങൾ ഇതൊരു തുണി, നനഞ്ഞൊരു തുണിയിട്ട്, അതായത് ഒരുപാട് നനവുള്ളതല്ല, ജസ്റ്റ് ഒരു നനവുള്ള തുണിയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയ ശേഷം ഇതുപോലെ മറ്റൊരു ബോളിലേക്കോ പ്ലേറ്റിലേക്കോ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വന്നത് ആ ഒരു നമ്മുടെ ബോളിൽ വരുന്ന വ്യത്യാസമാണ്. പക്ഷേ നിങ്ങളിതിൻ്റെ സോഫ്റ്റ്നെസ് നോക്കുക. ഞാൻ ആ വെളിക്കുമ്പോൾ ഒക്കെ കറക്റ്റ് സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്പഞ്ച് രൂപത്തിലാണ് ഈ ഒരു ബ്രെഡ് വരുന്നത്, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ വെക്കുന്ന സ്ഥലത്ത് ഇതുപോലെ കാലിയായിട്ടായിരിക്കും ഇരിക്കുക. ഫില്ല് ചെയ്തിട്ടുള്ളത് ഇതിനകത്തുമായിരിക്കും, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചോക്കോ ചിപ്പ് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ.